നമസ്കാരം, എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കെമിസ്ട്രിയിലെ ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതർ എന്ന ചാപ്റ്ററിനകത്ത് വരുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന ടോപ്പിക്കില്ലേ, അതിനകത്ത് വരുന്ന അസിഡിറ്റി ഓഫ് ആൽക്കഹോളും അസിഡിറ്റി ഓഫ് ഫീനോളും ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് മുമ്പുള്ള പാർട്ടുകൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഒരു പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് കയറി കാണുക. CBSE സ്റ്റുഡൻസിനും അതുപോലെ ഫോക്കസ് ഏരിയ മാത്രമായിട്ട് രണ്ട് പ്രത്യേകം പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം. രണ്ടിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് അസിഡിറ്റി ഓഫ് ആൽക്കഹോളും അസിഡിറ്റി ഓഫ് ഫിനോളും ആണ്. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ഒത്തിരി തവണ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഇൻക്രീസിംഗ് ഓർഡറിലോ ഡിക്രീസിംഗ് ഓർഡറിലോ എന്ത് ചെയ്യണം, താഴെ തരുന്ന കോമ്പൗണ്ടിന്റെ അസിഡിറ്റി ശ്രദ്ധയിൽ അടുക്കി പറക്കാൻ. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സംഭവം സിമ്പിൾ ആണ്. അതിന്റെ മാർക്കൊന്നും കളയരുത്. സിമ്പിൾ ആണ്. നമുക്ക് നോക്കാം. അപ്പം അസിഡിറ്റി ഓഫ് ആൽക്കഹോൾ ആദ്യം നോക്കാം. നമുക്ക് ആദ്യം നോക്കാം എന്താണ് ഒരു ആൽക്കഹോൾ എന്ന്. നോക്കിയാണേ, OH ഉള്ള ഗ്രൂപ്പ് അല്ലേ നമ്മൾ എന്ത് പറയുന്നത്, ആൽക്കഹോൾ എന്ന് പറയുന്നത് അല്ലേ. ആൽക്കഹോൾ എന്താണ്, OH വരുന്ന ഗ്രൂപ്പാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത്, ആണല്ലോ. ഇനി നോക്കിയാണേ, ഇത് എപ്പം ആസിഡ് ആയിട്ട് മാറും, എപ്പോഴാണോ H+നെ ഡൊണേറ്റ് ചെയ്യുന്നത് അപ്പൊ എന്തായി മാറും, ഇതിലൂടെ ആസിഡ് ആയി മാറും അല്ലേ. എപ്പോഴാണോ H+നെ കളയുന്നത്, ഡൊണേറ്റ് കളയുക, എപ്പോഴാണോ H+നെ കളയുന്നത് അപ്പൊ എന്തായി മാറും, ഈ ആൽക്കഹോൾ ഒരു ആസിഡ് ആയിട്ട് മാറും. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കിയാണേ, നമ്മളൊരു ആൽക്കഹോൾ ഞാൻ എടുക്കണേ, ഒരു പ്രൈമറി ആൽക്കഹോൾ എടുക്കാം. പ്രൈമറി ആൽക്കഹോൾ എന്ന് വെച്ചാൽ എന്താണ്, OH വന്ന് കയറുന്ന കാർബൺ ആറ്റം മറ്റ് ഒരു കാർബൺ ആറ്റമായിട്ട് ലിങ്ക് ആവും അല്ലേ. ഇതിപ്പോ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആയാലും ഇപ്പം CH3 ആണെങ്കിൽ ആവാം. ഓക്കെ, അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറത്ത് വേണമെങ്കിൽ C ആവാം, കുഴപ്പമില്ല. പക്ഷെ ഈ കാർബൺ എന്ത് ചെയ്യണം, ഒരു ഒറ്റ കാർബണായിട്ട് ലിങ്ക് ആവും, ആണല്ലോ. അതാണെന്ത് പ്രൈമറി ആൽക്കഹോൾ എന്ന് പറയുന്നത് അല്ലേ. OH വന്ന് കയറുന്ന കാർബൺ ആറ്റം മറ്റ് ഒരു കാർബണായിട്ട് എന്ത് ആവും, ലിങ്ക് ആവും. ബാക്കി രണ്ടും എന്തായിരിക്കണം, ഹൈഡ്രജനോ വേറെ ആവാം. ഹൈഡ്രജൻ എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൈമറി ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രൈമറി ആൽക്കഹോൾ എന്ത് ചെയ്യണം, ഈ H+ എന്ത് ചെയ്യണം, ഈ H നെ കളയണം അല്ലേ. എങ്ങനെ H നെ കളയും, ഈ Oയ്ക്കും H-നും ഇടയ്ക്കുണ്ടായിരുന്ന ഇലക്ട്രോണിലെ ഈ ബോർഡിലെ ഇലക്ട്രോൺ എന്ത് ചെയ്തറിയാമോ, ഇലക്ട്രോണിനെ എന്ത് ചെയ്യും, ഓക്സിജൻ കൊടുക്കും. അപ്പൊ എന്താ, H+ ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യണേ, H+ റിലീസ് ചെയ്യണേ. ഓക്കെ, അപ്പൊ എന്തായി മാറും, RCH2O- H+ അല്ലേ. നോക്ക്, ഞാൻ പറഞ്ഞ ഇതേയും ഈ ബോർഡിലുണ്ടായിരുന്ന രണ്ട് ഇലക്ട്രോണിനെ എന്ത് ചെയ്യും, ഓക്സിജൻ കൊടുത്തിട്ട് H എന്ത് ചെയ്യും, H+ ആയിട്ട് പോകും. രണ്ട് ഇലക്ട്രോൺ, ഒരെണ്ണം H-ന്റെയും ഒരെണ്ണം O-യുടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇപ്പൊ എന്തായി, O- ആയി, ആണല്ലോ. അപ്പൊ ഈ സ്വാഭാവികമായിട്ടും ഒരു മൈനസ് നിൽക്കല്ലേ, ഇപ്പൊ O എന്ത് ചെയ്യും, മൈനസ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കോ, ഇല്ല. അതിന്റെ കൂടെ വേറൊരു കാര്യം സംഭവിക്കേ, നമ്മുടെ ഈ R ഗ്രൂപ്പിലെ ആൽക്കൈൽ ഗ്രൂപ്പ് അത് ഒരു +I എഫക്ട് ചെയ്യും. +I എഫക്ട്, അതായത് ഇവിടെ നമുക്ക് അറിയാമോ, ഇലക്ട്രോണിനെ അങ്ങോട്ട് പുഷ് കൊടുക്കും. ആരെടുത്തോട്ട്, ഓക്സിജന്റെ അടുത്തോട്ട്. ഓക്കെ, ഒരു R എന്ത് ചെയ്തറിയാമോ, ഇലക്ട്രോണിന്റെ അടുത്തോട്ട് എന്ത് ചെയ്യും, ഓക്സിജന്റെ അടുത്തോട്ട് എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ പുഷ് കൊടുക്കും, ഡെൻസിറ്റി കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും, ഓക്സിജന്റെ അടുത്ത് ഇലക്ട്രോൺ ഡെൻസിറ്റി വീണ്ടും കൂടും. അപ്പൊ എന്ത് ചെയ്യും, ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും, കുറച്ചുകൂടെ കൂടും. ഓക്കെ, ഇതിങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിന്നാൽ ഇതൊരു ആസിഡ് ആണെന്ന് പറയാം. കാരണം H+ പോയി സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് പക്ക ആസിഡ് ആണെന്ന് പറയാം. പക്ഷെ നമുക്ക് ഞാൻ ഇവിടെ പറഞ്ഞ കണക്ക് ഇവിടെ മൈനസ് ഉണ്ടല്ലോ, ഈ മൈനസ് കൊണ്ട് അതൊന്നും പോരാഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ R എന്ത് ചെയ്യും, കുറച്ച് പ്ലസ് എഫക്റ്റ് കാണിച്ചിട്ട് എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടി കൊടുക്കും ഇവിടെ ഓക്സിജന്. അപ്പൊ ഓക്സിജൻ എന്ത് ചെയ്യും, കുറച്ചുകൂടെ നെഗറ്റീവ് ആവും. അപ്പൊ എന്ത് ചെയ്യും, പുറത്ത് പോയ H-നെ എന്ത് ചെയ്യും, തിരിച്ച് അത് വലിച്ചെടുക്കും. ഓക്കെ, പുറത്ത് പോയ H-നെ എന്ത് ചെയ്യും, തിരിച്ച് വലിച്ചെടുക്കും. അപ്പൊ എന്ത് ചെയ്യും, അസിഡിറ്റി കുറയും. ഓക്കെ, ഇതാണ് പ്രൈമറിയുടെ കാര്യം. ഇത് സെക്കൻഡറി ആണെങ്കിലോ നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് സെക്കൻഡറി ആകുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞ് OH വന്ന് കയറുന്ന കാർബണായിട്ട് എന്ത് ചെയ്യണം, രണ്ട് കാർബണായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം, ആണല്ലോ. ഇപ്പൊ ഇതാണ് അവസ്ഥ. ഇപ്പൊ ഇതാണ് നമ്മുടെ അവസ്ഥ അല്ലേ. ഇവിടെ നമുക്ക് ഈ R എന്ത് ചെയ്യും, ഒരു +I എഫക്റ്റ് കൊടുക്കും. ഈ R എന്ത് ചെയ്യും, +I എഫക്റ്റ് കൊടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും സംഭവിക്കും, ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി മറ്റേനേക്കാളും കൂടും അല്ലേ. ആദ്യം ഉണ്ടായിരുന്നത് ഒരു R മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ R-ന്റെ +I എഫക്റ്റ് ഉണ്ടാവുന്ന മൈനസ് ചാർജ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ നമുക്ക് 2 R ആയി. അപ്പൊ 2 R കൂടെ എന്ത് ചെയ്യും, +I എഫക്റ്റ് കൊടുത്തിട്ട് ഓക്സിജന്റെ അടുത്ത് എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഡെൻസിറ്റി ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ എന്ത് സംഭവിക്കും, അഥവാ വിട്ട് പോയ H+ എന്ത് ചെയ്യും, തിരിച്ചത് പെട്ടെന്ന് തിരിച്ചെടുക്കും. തിരിച്ചെടുത്താൽ എന്ത് ചെയ്യും, അത് ആസിഡായിട്ട് മാറുമോ, ഇല്ല. ഞാൻ പറഞ്ഞില്ല, സെപ്പറേറ്റ് പോയി സ്റ്റേബിൾ ആയിട്ട് നിൽക്കുമെങ്കിൽ, ഈ സാധനം സ്റ്റേബിൾ ആയിട്ട് നിൽക്കുമായിരുന്നെങ്കിൽ എന്താ, നമുക്ക് എന്ത് പറയാം, അതൊരു ആസിഡ് ആണെന്ന് പറയാം. പക്ഷെ എന്ത് ചെയ്യും, അങ്ങനെ നിൽക്കുമോ, ഇല്ല.
എന്ത് ചെയ്യും, തിരിച്ച് മറ്റേനോട് എന്ത് ചെയ്യും, തിരിച്ച് വലിച്ചെടുക്കാൻ നോക്കും. കാരണം ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അപ്പൊ സെക്കൻഡറി കാര്യമായി. ഇനി ടേർഷ്യറി നോക്കിയാലോ. ടേർഷ്യറി ആകുമ്പോൾ എന്ത് ചെയ്യും, OH വന്ന് കയറുന്ന കാർബൺ ആറ്റം 3 ആറോട്ട് ലിങ്ക് ചെയ്യണം ആണല്ലോ. അപ്പൊ സ്വാഭാവികം സംഭവിക്കും, നോക്കിയാണേ 3 ആൽക്കൈൽ ഗ്രൂപ്പ് കൊണ്ട് എന്ത് ചെയ്യും, പ്ലസ് എഫക്റ്റ് കൊടുത്തിട്ട് ഈ ഓക്സിജൻ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഡെൻസിറ്റി ഭയങ്കരമായിട്ട് കൂടും. അപ്പം ഭയങ്കരമായിട്ട് കൂടുമ്പോൾ എന്ത് ചെയ്യും, H+ വിട്ടുപോകാൻ ഭയങ്കര പാടായിരിക്കും. അഥവാ വിട്ടുപോയാൽ തന്നെ അപ്പം തന്നെ എന്ത് ചെയ്യും, തിരിച്ച് അതിനെടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, കമ്പാരിറ്റീവ്ലി ടേർഷ്യറി ആകുമ്പോൾ എന്ത് സംഭവിക്കും, ആൽക്കഹോൾ സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് കുറഞ്ഞില്ലേ. ശ്രദ്ധിക്കണേ, ഇത് H+ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, തിരിച്ച് വലിച്ചെടുത്തോണ്ട് പോകും. അപ്പൊ ആസിഡായിട്ട് നിൽക്കാൻ സമ്മതിക്കില്ല. പുറത്ത് പോയ എന്ത് ചെയ്യും, തിരിച്ച് വലിച്ചെടുത്തോണ്ട് പോകും. അപ്പൊ ആസിഡായിട്ട് നിൽക്കാൻ പറ്റില്ല. 3 ആറാണെങ്കിൽ അഥവാ 3 ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യും, അത് ഒട്ടും സ്റ്റെബിലിറ്റി ഇല്ല. അപ്പൊ ഇങ്ങനെ പറയാം, കുറച്ചെങ്കിലും അസിഡിറ്റി കാണിക്കുന്ന ആരാണ്, അപ്പം പ്രൈമറി ആണ്. പ്രൈമറി ആയിരിക്കും എന്ത് ചെയ്യണേ, കുറച്ചും കൂടെ അസിഡിറ്റി കാണിക്കണേ. അതിനേക്കാളും കുറവായിരിക്കും ആർക്ക്, സെക്കൻഡറിക്ക്. അതിനേക്കാളും കുറവായിരിക്കും ആർക്ക്, ടേർഷ്യറിക്ക്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഒരുപാട് വേണം പരീക്ഷ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് തരണമെന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് കുറെ 2, 3, 4 എക്സാമ്പിൾ തരും. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് പറയാം അടുക്കി പറക്കാൻ. അപ്പൊ എന്ത് ചെയ്യുക, അതിൽ പ്രൈമറി ആരെന്ന് നോക്കാം. അവർക്കാണ് ഏറ്റവും കൂടുതൽ ആസിഡിറ്റി സ്ട്രെങ്ത് ആണ്, ആസിഡ് സ്ട്രെങ്ത് ആണ്, ആസിഡിറ്റി സ്ട്രെങ്ത് ആണ്, ആസിഡിന്റെ സ്ട്രെങ്ത് ആണ് ഈ പറയണേ. ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ആരാണ്, പ്രൈമറി ആണ്. അതിനേക്കാളും കുറവാണ് സെക്കൻഡറി, അതിനേക്കാളും കുറവാണ് ടേർഷ്യറി. ഓക്കെ, അത് കാരണമാണ് ഞാൻ പറഞ്ഞത്. എന്താണ്, പ്രൈമറിക്ക് ഒരാളെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇലക്ട്രോൺ പുഷ് ചെയ്യുന്നുള്ളൂ. സെക്കൻഡറി ആകുമ്പോഴ 2 സൈഡിൽ നിന്ന് പുഷ് ചെയ്യുന്നുണ്ട്. ടേർഷ്യറി ആകുമ്പോഴ 3 സൈഡിൽ നിന്ന് ഇലക്ട്രോൺ പുഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓക്സിജൻ അടുത്ത് എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഡെൻസിറ്റി ഭയങ്കരമായിട്ട് കൂടും. നെഗറ്റീവ് ചാർജ് കൂടുതൽ സംഭവിക്കും. H+നെ പ്ലസ് ചാർജ് അല്ലേ എന്ത് ചെയ്യും, ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് വേറെ രസകരമായ കാര്യം നോക്കാം. നോക്കിയാണേ, എന്താ HOH എടുക്കണേ, ഒരു കോമ്പൗണ്ട് HOH ഒന്ന് കമ്പയർ ചെയ്യാം. നോക്കിയാണെ HOHല് ഇതാണ് ഈ H+ പോയെന്ന് വെച്ചോ. അപ്പൊ എന്തായി മാറും, HO, O- H+. ഓക്കെ, ഇങ്ങനെയായി മാറിയല്ലോ. ഇനി നോക്കിയാണ്ട, ഇവിടെ അങ്ങോട്ട് ഇലക്ട്രോൺ തള്ളാനായിട്ട് ആരെങ്കിലും ഉണ്ടാ, നമ്മൾ ഇത്ര നേരം പറഞ്ഞ 6 എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ പ്ലസ് ഐ എഫക്ട് കാണിക്കാൻ ഇവിടെ 6 ഉണ്ടോ, ഇല്ല. അപ്പം HOH ആരാണ്, വാട്ടർ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആൽക്കഹോളിനെക്കാളും ആസിഡാണ് ആര്, നമ്മുടെ വാട്ടർ. അങ്ങനെ പറഞ്ഞൂടെ. കാരണം അതാണ്, ആൽക്കഹോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് പ്ലസ് എഫക്ട് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും, തിരിച്ചു വരാൻ ശ്രമിക്കും. H+ തിരിച്ചു വരാൻ ശ്രമിക്കും. ഇവിടെ പ്ലസ് എഫക്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും വാട്ടറിനാണ് എന്ത്, അസിഡിറ്റി കൂടുതൽ. ആരെക്കാളും, പ്രൈമറി ആൽക്കഹോളിനെക്കാളും അതിനേക്കാളും കൂടുതലാണ് എന്ത്, കുറവാണ് ആർക്ക്, സെക്കൻഡറിക്ക്. അതിനേക്കാളും കുറവാണ് ടേർഷ്യറിക്ക്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് ഈ സാധനം. അപ്പൊ വാട്ടറിനാണ് ആൽക്കഹോളിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, അസിഡിറ്റി കൂടുതൽ. ഓക്കെ, ഇനി മൈക്കാനെ കുറിച്ച് ഞാൻ പറയാനുണ്ട്. നോക്കിയാണെ ഒരു ഉദാഹരണം നോക്കിയാണേ, നമുക്ക് RO- ഒരു ആൽക്കോസൈഡ് എടുത്ത്, ആൽക്കോസൈഡ്. അപ്പൊ ആറിന് വരെ നിങ്ങൾക്ക് എന്തുകൊണ്ടാവാം, CH3 എന്തുകൊണ്ടാ, ഒരു ആൽക്കോസൈഡ് എടുത്ത്. ഈ ആൽക്കോസൈഡിനെ ഞാൻ എന്ത് ചെയ്യാൻ വേണം, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും, ഈ O- എന്ത് ചെയ്യും, ഈ H+ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യും, എന്ത് ചെയ്യും, OH ഉണ്ടാക്കും ആണല്ലോ. അപ്പൊ CH3 OH ഉണ്ടാക്കി, പ്ലസ് ഇത് പുറത്ത് പോയില്ലേ, അപ്പൊ OH- ആയി. OH-. ഇത് നിങ്ങൾക്ക് അറിയാം ആണല്ലോ. ഇവിടെ നോക്ക്, O- അല്ലേ. അപ്പൊ എന്താണ് സാധനം, ബേസ് ആവും ആണല്ലോ. ഇതെന്താണ്, ഒരു ബേസ് ആണ് അല്ലേ. ആർക്കാണോ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് അവരാണ് എന്ത്, ബേസ്. നോക്ക്, ആരാണോ H+ ഡൊണേറ്റ് ചെയ്യുന്നത് അവരെന്താണ്, ആസിഡ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഇനി നോക്ക്, ഈ ബേസ് എന്തായി, O-, ഇവിടെ എന്തായി, CH3OH ആയി. അപ്പൊ ഇവന് H+ കളയാൻ പറ്റുമല്ലോ. ഇവരെന്തായി, ആസിഡായി ആണല്ലോ. അതുപോലെ ഇവിടെ H+ കളഞ്ഞുകൊണ്ട് ഇത് ആസിഡ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ എന്തായി, OH- ആയി. അപ്പൊ എന്തായി, മൈനസ് ആയപ്പം ബേസ് ആയി. ഇവരെന്താണ്, ഈ സാധനം ബേസ് ആണ്, ബേസ്. ഓക്കെ, ഈ ബേസ് ഇപ്പൊ എന്തായി, ആസിഡ് ആയി ആണല്ലോ. അവിടെ നമ്മൾ എന്ത് വിളിക്കും ഇതിനെ കോൺജുഗേറ്റ് ആസിഡ് എന്ന് വിളിക്കും. കോൺജുഗേറ്റ് ആസിഡ്. ഓക്കെ, ഇതെന്താണ്, കോൺജുഗേറ്റ് ആസിഡ്. നമുക്ക് ഈ ആസിഡ് എന്തായി, ഈ ബേസ് ആയിട്ട് മാറി അല്ലെ. ആസിഡ് എന്തായി, ബേസ് ആയി. അപ്പൊ എന്തായി, ഇതാണ് കോൺജുഗേറ്റ് ബേസ്. കോൺജുഗേറ്റ് ബേസ്. ഓക്കെ, ഇവരെ ചേർത്ത് വിളിക്കുന്ന പേരാണ്, ഈ ബേസിനെയും ഈ കോൺജുഗേറ്റ് ആസിഡിനെ ചേർത്ത് വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ആണല്ലോ.
അതുപോലെ ഈ ആസിഡും ഈ കോൺജുഗേറ്റ് ബേസിനെ നമ്മൾ എന്ത് വിളിക്കും? കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് വിളിക്കും. നിങ്ങൾക്ക് അറിയാം, എനിക്ക് പറഞ്ഞാണ്. നോക്കിയാണേ, ഇത് സ്ട്രോങ് ആണെങ്കിൽ, ബേസ് സ്ട്രോങ് ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് ആസിഡ് എന്തായിരിക്കും? വീക്ക് ആയിരിക്കും. ആണല്ലോ. ഇത് സ്ട്രോങ് ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് ബേസ് എന്തായിരിക്കും? വീക്ക് ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, ജസ്റ്റ് പറയണമെന്നേ ഉള്ളൂ. നമുക്ക് ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ വാട്ടർ എന്തായി? സ്ട്രോങ് ആയി. നമുക്ക് നമ്മളെ കോൺജുഗേറ്റ് ആസിഡോ വീക്ക് ആയി. CH3OH വീക്ക് ആസിഡ് ആണ് അല്ലെ? വീക്ക് ആസിഡ് ആണ്. ആര് കമ്പയർ ചെയ്യുമ്പോൾ വാട്ടർ നോക്ക്, ആസിഡ്, സ്ട്രോങ് ആസിഡ്. നേരത്തെ ഞാൻ പറഞ്ഞത് ആൽക്കഹോൾ വെച്ച് കമ്പയർ ചെയ്യുമ്പം വാട്ടർ കുറച്ചുകൂടെ എന്താണ്? സ്ട്രോങ് ആസിഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഫീനോൾ നോക്കാം. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞില്ലേ ആൽക്കഹോള് ആസിഡായിട്ട് റിയാക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ആൽക്കഹോളിനെ കൊണ്ട് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും അറിയാമോ? ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? ഇവിടെ ഓക്സിജൻ എന്തുണ്ട്? ലോൺ പെയർ ഉണ്ട് അല്ലേ? ഈ ലോൺ പെയർ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഓക്സിജന് വേണം. ഈ പറഞ്ഞ ആൽക്കഹോൾ എന്ന കോമ്പൗണ്ട് എന്തായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും? ബേസ് ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് കെമിക്കൽ റിലേഷൻ മനസ്സിലാവും, ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മറക്കരുത്, നമ്മൾ ആൽക്കഹോൾ എന്താണ്? ഒരു വീക്ക് ആസിഡ് ആണ്. ആരെക്കാളും വീക്കാണ്? വാട്ടറിനെക്കാളും വീക്കാണ്. ഓക്കെ, ഇതോടുകൂടി നമുക്ക് ആൽക്കഹോള് അസിഡിറ്റി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അസിഡിറ്റി ഓഫ് ഫീനോൾ നോക്കാം. ഓക്കെ, മാറ്റിയാണേ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അസിഡിറ്റി ഓഫ് ഫീനോൾ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് അസിഡിറ്റി ഓഫ് ഫീനോൾ. നോക്കിയോ, ഞാനൊരു ഫീനോൾ എടുക്കാം. ഫീനോൾ OH അറിയാലോ, ബെൻസിന്റെ മണ്ടയിൽ ഒരു OH വരുന്നതാണ് എന്ത്? നമ്മുടെ ഫീനോൾ എന്ന് പറയണ ആണല്ലോ. ഓക്കെ, ഈ ഫീനോൾ ആസിഡ് ആവുമോ നോക്കാം. നോക്കിയോ, ഇവിടെ ലോൺ പെയർ ഉണ്ടെന്ന് അറിയാമല്ലോ. ഓക്കെ, ഇവിടെ നിൽക്കട്ടെ. ഇതെപ്പം ആസിഡായിട്ട് മാറും? ഈ H+ റിലീസ് ചെയ്യണം അല്ലേ? ഈ OH-ലുള്ള H+ റിലീസ് ചെയ്ത് എന്താവണം? എന്തായി മാറും? O- നമ്മുടെ ഫീനോൾ അല്ലേ? +H+ ആവണം. ആണല്ലോ. ബാക്കി ഈ രണ്ട് ലോൺ പെയറും ഓക്കെ, ഈ മൈനസ് എന്താണ്? 2 ഇലക്ട്രോൺ അല്ലേ? നിങ്ങൾക്ക് അറിയാലോ. കാരണം എന്താണ്? ഈ OH-ലുണ്ടായിരുന്ന 2 ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പോണേ? എടുത്തിട്ട് കൊടുക്കാൻ പോണേ. അങ്ങനെയാണെങ്കിൽ മൈനസ്, അപ്പൊ എന്തായി? 6 ഇലക്ട്രോൺ ആയി. ഓക്കെ, ഈ സംഭവം എന്ന് പറയുന്നത്, അതായത് ഈ ഫീനോളിന്റെ മണ്ടയിൽ ഓക്സിജൻ എന്ന് വിളിക്കുന്ന പേരാണ് എന്ത്? ഫീനോക്സൈഡ് അല്ലേ? ഈ ഫീനോക്സൈഡ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി കൂടുതലാണ്. ഓക്കെ, ഈ ഫീനോക്സൈഡിന് സ്റ്റെബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന അറിയാമോ? അത് സ്റ്റെബിലിറ്റി കൂടുതലായതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇത് ഇങ്ങനെ തന്നെ നിൽക്കും. ഇങ്ങനെ നിൽക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? H+ പോയാലും ഇതിന് കുഴപ്പമില്ല. അപ്പൊ എന്ത് ചെയ്യും? അസിഡ് സ്ട്രെങ്ത് കൂടുതലാണ്. ഒരു കൂടി എന്താണ്? ഈ ഫീനോക്സൈഡിന് ഇങ്ങനെ നിൽക്കുന്നത് സ്റ്റെബിലിറ്റി ഉള്ള സാധനമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അതുകൊണ്ട് തന്നെ H+ പോയാലും ഇതിന് എന്ത് ചെയ്യില്ല? കുഴപ്പമില്ല. അതുകൊണ്ട് എന്ത്? H+നെ ഈസി ആയിട്ട് കളയും. അങ്ങനെ എന്ത് സംഭവിക്കും? ആസിഡ് സ്ട്രെങ്ത് കൂടും. ഇപ്പൊ എങ്ങനെ പറയാം? ആൽക്കഹോളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഫീനോളിന് ആസിഡ് സ്ട്രെങ്ത് വളരെ വളരെ കൂടുതലാണ്. ഈവൻ വാട്ടറിനെ വെച്ച് കമ്പയർ ചെയ്താലും ആർക്ക് കൂടുതലാണ്? ഫീനോക്സൈഡിനാണ് സ്ട്രെങ്ത് കൂടുതൽ. ഇപ്പൊ എങ്ങനെ പറയാം? ഫീനോളാണ് ഏറ്റവും കൂടുതലും ആസിഡ് സ്ട്രെങ്ത് കാണിക്കുന്നത്. അതിനേക്കാളും താഴെ വാട്ടർ, അതിനേക്കാളും താഴെ ആര്? നമ്മൾ ആൽക്കഹോൾ. ഓക്കെ, അപ്പൊ ഫീനോളാണ് ഏറ്റവും കൂടുതലും ആസിഡ് സ്ട്രെങ്ത് കാണിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീനോക്സൈഡ് എന്ത് അറിയാമോ? റെസൊണൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും? റെസൊണൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കണേ? ഈ പറഞ്ഞ ഫീനോക്സൈഡിന് എന്ത് കൂടുതൽ? ആസിഡ് സ്ട്രെങ്ത് കൂടുതൽ. മാത്രമല്ല ഈ ഓക്സിജൻ വന്ന് അല്ലെങ്കിൽ OH വന്ന് കയറിയ കാർബൺ ഇല്ലേ? ഈ കാർബൺ ഡബിൾ ബോണ്ട് അല്ലേ? ഇപ്പൊ എന്തായി? ഒരു sp2 ഹൈബ്രിഡ് കാർബൺ അല്ലേ? അല്ലേ? ഈ OH വന്ന് കയറിയ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ളതല്ലേ? അപ്പൊ എന്തായി? ഒരു sp2 ഹൈബ്രിഡ് കാർബൺ അല്ലേ? അപ്പം ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണ്? കൂടുതലാണ്. ഇവിടുത്തെ കാർബണിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ എന്ത് ചെയ്യും? ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കത്തില്ല. പകരം എന്ത് ചെയ്യും? വാങ്ങിക്കാൻ ശ്രമിക്കും. വാങ്ങിച്ചാൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? മറ്റേ ആൽക്കഹോൾ പോലെ എന്ത് ചെയ്യില്ല? ഇവിടുത്തെ പുഷ് കൊടുക്കൂല. ഓക്കെ, ആൽക്കഹോൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മറ്റേ പ്ലസ് എഫക്റ്റ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ഓക്സിജന് വലിയ കുഴപ്പമില്ല. അങ്ങനെ 2 കാർബൺ കൊണ്ടാണ് എന്ത് ചെയ്യണേ? ഈ പറഞ്ഞ ഫീനോക്സൈഡ് എന്താവുന്നേ? മോർ ആൽക്കഹോൾ ആവുന്നേ, സോറി ആസിഡ് ആവുന്നേ. ഓക്കെ, മോർ ആസിഡ് ആവുന്ന കാരണം. ഓക്കെ, ഞാൻ എന്തുകൊണ്ടാണെന്ന് മറ്റേ റെസൊണൻസ് വരച്ച് കാണിച്ചു തരാം. മാറ്റിയാണേ. നോക്കാം നമുക്ക് ഫീനോക്സൈഡ് എങ്ങനെ സ്റ്റേബിൾ ആവുന്നു. നോക്കിയാണേ, റെസൊണൻസ് വരച്ച് കാണിച്ചു തരാം. നോക്കിയാണേ, നമ്മളെ ഓക്സിജൻ ഉണ്ട്, നമ്മള് ആരായി? നമ്മളെ ബെൻസീനായി. ഞാൻ പറഞ്ഞ് ഓക്സിജൻ ഓൾറെഡി ഇലക്ട്രോൺ ഉണ്ട് ലോൺ പെയർ ആയിട്ട്.
പിന്നെ എന്ത് ചെയ്ത് H പ്ലസിന് രണ്ടെണ്ണം വാങ്ങിച്ചില്ലേ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ സോ മൈനസ് ചാർജ്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും മൈനസ്, ഈ മൈനസ് എന്ത് ചെയ്യും, ഇവിടെ വന്ന് ഡബിൾ ബോണ്ട് ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ അത് സക്സസ് സ്റ്റാർട്ട് ചെയ്യും. നോക്കാം, ഓക്സിജൻ വീണ്ടും പഴയ പോലെ 2 ഇലക്ട്രോൺ 2 ലോൺ പെയർ, ഇവിടെ ഡബിൾ ബോണ്ട് ആയി. നമ്മുടെ ബെൻസീൻ ഇതുപോലെ ഇരിക്കണ ഇപ്പം അല്ലേ, ഇപ്പൊ ഡബിൾ ബോണ്ട് ആയി. പക്ഷെ ഈ കാർബൺ നോക്ക്, ഇവിടെ ഉണ്ടായിരുന്ന കാർബൺ ഇപ്പം 1 2 3 4 5 5 സംഭവിക്കൂ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, ഈ ബോണ്ടിലെ ഈ ബോണ്ടിന് എണീറ്റ് വെളിക്കളയും. അപ്പൊ എന്ത് ചെയ്യും, അവിടെ വരും. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ ഒരു മൈനസ് ചാർജ് ആവും. ശ്രദ്ധിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഓൾറെഡി ബോണ്ട് ഉണ്ടായിരുന്നു ആണല്ലോ, ഇത് വന്ന് ഡബിൾ ബോണ്ട് ആയപ്പോഴത്തേക്കും ഈ കാർബണ് 1 2 3 4 5 ആയിപ്പോവും. അങ്ങനെ സമ്മതിക്കില്ല, 4 മതി. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ എന്ത് ചെയ്യും, എടുത്ത് വെളിക്കളയും. അപ്പൊ അത് എവിടെ ആവും. അപ്പൊ നമുക്ക് ഇവിടെ ചുമ്മാ ഇരിക്കോ ഇല്ല, അതെന്ത് ചെയ്യും, അത് അകത്ത് കാണാൻ ശ്രമിക്കും. ഓക്കെ, ആ അർത്ഥ സത്യം എന്താ അങ്ങനെ ആവും. ഓക്സിജൻ ഡബിൾ ബോണ്ട് ആണ്, ഇവിടെ 2 ലോൺ പെയർ, നമ്മളെ ബെൻസീൻ എന്ത് ചെയ്തു, ഇത് ഇവിടെ കയറും ആണല്ലോ, ഇത് ഇവിടെ കയറും. ഇവിടെ ഓൾറെഡി 2 ഓൾറെഡി ഉണ്ട്, അവിടെ നിൽക്കട്ടെ. അപ്പൊ എന്തായി, ഈ കാർബൺ ഇപ്പൊ 1 2 3 4 ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഹൈഡ്രജൻ 5 അല്ലേ, 1 2 3 4 പിന്നെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ആ ഹൈഡ്രജൻ 5. അപ്പൊ എന്ത് ചെയ്യും, സമ്മതിക്കില്ല. ഈ ഇലക്ട്രോൺ എഴുതിയിട്ട് വെളിയിൽ പോകും. അപ്പൊ എന്തായി, ഇവിടെ ഓർത്തോരായി, ഇവിടെ പാരാ പൊസിഷനിൽ ആരായി, നെഗറ്റീവായി. അടുത്ത് എന്ത് സംഭവിക്കും, ഇത് വരെ ഇവിടെ കയറും ആണല്ലോ, അപ്പൊ അവിടെ 5 ആവും. ഓക്കെ, നമുക്ക് ഇതൊരു മനസ്സിലായ മാറ്റിയാണ്, സാരമില്ല. ഓക്കെ, അതൊക്കെയാണ്. ഇവിടെ മൈനസ് ഇവിടെ ആയി. അപ്പൊ എന്ത്, ഈ മൈനസ് സ്വാഭാവികം എന്ത് ചെയ്യും, അകത്തോട്ട് കയറും. അപ്പൊ എന്താ, ഇവിടെ ഡബിൾ ബോണ്ട് ആവും ആണല്ലോ, അവിടെ വരയ്ക്കാം അല്ലേ, വരയ്ക്കാം സ്ഥലമുണ്ട്. ഓക്സിജൻ ഡബിൾ ബോണ്ട്, ഓക്കെ, ഇവിടെ ഡബിൾ ബോണ്ട് ആയി. ഇവിടെ ബാക്കി ഓക്കെ ശ്രദ്ധിക്കണേ, ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഡബിൾ ബോണ്ട് ആയപ്പോഴത്തേക്കും ഡബിൾ ബോണ്ട് ആകുമ്പോൾ സംഭവിക്കും, ഇവിടെ 5 ആയി പോകും. 1 2 3 4 ഹൈഡ്രജൻ 5. അപ്പൊ എന്ത് ചെയ്യും, ഇത് ഇവിടെ നിൽക്കില്ല, ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ മൈനസ്, ഇവിടെ എണീറ്റ് പോകും. അപ്പൊ അവിടെ മൈനസ് ആവും. അപ്പൊ എന്ത് ചെയ്യും, അടുത്ത എന്ത് വരും, അടുത്ത എന്ത് സംഭവിക്കും, ഇത് ഇവിടെ കയറും ആണല്ലോ. ഇത്രയും വരെ ഓക്കെ അല്ലേ, ഞാൻ മായ്ക്കാണ്, അതുകൊണ്ടാണ് ഒരിക്കലും പറഞ്ഞിട്ട് മായ്ക്കാം. നോക്കിയാണെ ഈ ആദ്യം എന്ത് ചെയ്തു, ഈ നെഗറ്റീവ് ആയ ഡബിൾ ബോണ്ട് ആയി മാറി. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ 5 ആയി പോകും. സോ എന്ത് ചെയ്യും, ഇത് വെളിയിൽ പോകും, ഇത് ഇവിടെ ആയി. പിന്നെ അടുത്ത് എന്ത് ചെയ്യും, ഈ മൈനസ് ഇവിടെ അകത്ത് കയറും. സോ ഇവിടെ 5 ആയി പോകും. അപ്പൊ എന്ത് ചെയ്യും, ഈ ഡബിൾ ബോണ്ട് എണീറ്റ് വെളിയിൽ പോകും. അപ്പൊ എന്ത് ചെയ്യും, അടുത്ത് സംഭവിക്കും, ഇത് അകത്ത് കയറാൻ ശ്രമിക്കും. അപ്പൊ ഇത് അകത്ത് കയറുമ്പോൾ ഇവിടെ 5 ആയി പോകും. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ ഉണ്ടായിരുന്ന എടുത്ത് വെളിയിൽ കളയും. സോ ഇവിടെ വരും. ഇനി അടുത്ത് എന്ത് ചെയ്യും, ഇത് അകത്ത് കയറും. അപ്പൊ എന്ത് സംഭവിക്കും, ഞാൻ ഇവിടെ നിൽക്കട്ടെ, ഞാൻ ഇവിടെ മാത്രം മാറ്റാണേ. ഇതിന്റെ ബാക്കിയാണ് വരയ്ക്കാൻ പോണേ, ഇവിടെയാണ് വരയ്ക്കാൻ പോണേ. ഓക്കെ, അത് ആരാണ് വരയ്ക്കണേട്ടാ, എനിക്ക് സ്ഥലമില്ല മാറ്റി വരയ്ക്കാനായിട്ട്, അതുകൊണ്ടാണേ. ഓക്കെയാണേ, ഇത് സംഭവിക്കും, ഇവിടെ അകത്ത് കയറുമ്പോൾ എന്ത് ചെയ്യും, ഈ മനസ്സ് അകത്ത് കയറുമ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ആവും ആണല്ലോ. അപ്പൊ എന്ത് സംഭവിക്കും, ഇവിടെ ഇപ്പൊ 1 2 3 4 5 അങ്ങനെ സംഭവിക്കുമോ, അങ്ങനെ സംഭവിക്കില്ല. എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും സംഭവിക്കും, വേണ്ട ഈ ഇലക്ട്രോൺ എന്ത് തിരിച്ചെടുത്ത് മോളിൽ കൊടുക്കും. അപ്പൊ എന്ത് സംഭവിക്കും, ഇത് വീണ്ടും അവിടെ പോയി വീണ്ടും ഡബിൾ ബോണ്ട് ആയിട്ട് വീണ്ടും ഓക്സിജൻ മൈനസ് വരും. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ എടുത്ത പടം എന്റെ അകത്താവും ഇതുപോലെ ആവും അല്ലേ, സിംഗിൾ ബോണ്ട് ഇരുന്നിടത്ത് ഡബിൾ ബോണ്ട് ആവും, ഡബിൾ ബോണ്ട് ഇരുന്നിടത്ത് സിംഗിൾ ബോണ്ട് ആയി മാറും. ഓക്കെ, ശ്രദ്ധിക്കണേ. ലാസ്റ്റ് ഇപ്പൊ നമ്മൾ ഇത്രയും പാഠം വരച്ചില്ലേ, അപ്പൊ ഈ സമയത്തെല്ലാം എന്താണ്, ഈ പറഞ്ഞ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്ത് ഈ അകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ എന്ത് ചെയ്യും, അകത്ത് കിടന്ന് കറങ്ങുകൊണ്ട് എന്ത് ചെയ്യും, ഓക്സിജന്റെ ഭാഗത്ത് എന്തില്ല, നെഗറ്റീവ് ഇല്ല അല്ലെ. ഓക്സിജൻ നെഗറ്റീവ് ഉണ്ടെങ്കിലല്ലേ പുറത്ത് പോയ H+ എന്ത് ചെയ്യുള്ളൂ, തിരിച്ചു വലിക്കുള്ളൂ. അപ്പം ഈ പറഞ്ഞ 2 സമയത്ത് ഭാഗത്ത് എന്ത് ചെയ്യുന്നുള്ളൂ, ഓക്സിജന്റെ അവിടെ നെഗറ്റീവ് വരുന്നുള്ളൂ അല്ലേ, ഫസ്റ്റും ലാസ്റ്റും. ബാക്കിയുള്ള ഒരു സെക്ഷനിൽ എന്ത് ചെയ്യുന്നില്ല, ഓക്സിജന് നെഗറ്റീവ് ചാർജ് ഇല്ല അല്ലേ. കാരണം അതാണ്, അത് അകത്ത് കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും ആണല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇത് സ്റ്റേബിൾ ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യണേ, ഇത് സ്റ്റേബിൾ ആയി മാറുന്നേ. ഓക്കെ, അതുകൊണ്ടാണ് ഇത് സ്റ്റേബിൾ ആവാനുള്ള കാരണം. ശരിക്കും പറഞ്ഞാൽ ഫീനോളിനെക്കാളും സ്റ്റെബിലിറ്റി കൂടുതലാണ് ഫീനോസൈഡിന് അല്ലേ. ഫീനോളിനെക്കാളും സ്റ്റെബിലിറ്റി കൂടുതലാണ് ഫീനോസൈഡിന്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നോക്കട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ആ മൈനസ് ചാർജ് എവിടെയൊക്കെ വരച്ചേ, ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലല്ലേ വരച്ചത്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും മാത്രമല്ലേ മൈനസ് വന്നോളൂ. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞാണ്, ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും മാത്രമല്ലേ മൈനസ് വന്നോളൂ. അതുകൊണ്ട് തന്നെ ഓർത്തോ പൊസിഷനിലോ പാരാ പൊസിഷനിലോ എന്ത് ഒരു ഇലക്ട്രോണിന്
വിഡ്രോയിങ് ഗ്രൂപ്പ് വരികയാണെങ്കിൽ, വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ അർത്ഥം ഇലക്ട്രോണിനെ വലിക്കുന്ന ഗ്രൂപ്പ്, അങ്ങോട്ട് അതിന്റെ ഭാഗത്തോട്ട് വലിക്കുന്ന ഗ്രൂപ്പ്. ഉദാഹരണത്തിന് NO2 ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അതായത് ഇലക്ട്രോണിനെ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് വലിച്ചുകൊണ്ട് പോകും. അപ്പം ഇതാ ഇവിടെയോ, അതായത് പാരാ പൊസിഷനിലോ ഓർത്തോ പൊസിഷനിലോ ആര് നമ്മുടെ ഈ പറഞ്ഞ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പായ NO2 പോലുള്ള സംഭവങ്ങൾ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഈ സ്റ്റാർട്ടിംഗ് ഇലക്ട്രോൺ ഇവിടെ എന്ന് പറഞ്ഞില്ലേ, ആ പറഞ്ഞ ഇലക്ട്രോൺ ആരെടുത്തോണ്ട് പോകും? നമ്മൾ NO2 എടുത്തോണ്ട് പോകും. NO2 എടുത്തോണ്ട് പോയാൽ പിന്നെ പണി കഴിഞ്ഞില്ലേ, പിന്നെ ഈ തിരിച്ചു കറങ്ങിയോ ഇവിടെ പോകുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി വീണ്ടും കൂടും അല്ലേ? കാര്യം മനസ്സിലാക്കി വിശ്വസിക്കുന്നു. NO2 ഓർത്തോലോ പാരലോ ഉണ്ടെന്ന് കരുതിക്കോ. അപ്പൊ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വരൂലേ. അപ്പൊ ഓർത്തോലോ പാരലോ ആരുണ്ട്? NO2 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ കറങ്ങി പറഞ്ഞ ഇലക്ട്രോൺ എന്ത് ചെയ്യും? അത് വലിച്ചോണ്ട് പോകും. പിന്നെ ഇത് കറങ്ങി പോകില്ല, വീണ്ടും ഓക്സിജൻ അടുത്ത് പോകില്ല. അപ്പൊ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? വീണ്ടും കൂടും. അപ്പൊ എങ്ങനെ പറയാം? ഓർത്തോ പാരാ പൊസിഷനിൽ ആര് ഈ പറഞ്ഞ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ആസിഡ് സ്ട്രെങ്ത് എന്ത് ചെയ്യും? വീണ്ടും കൂടും. ഓക്കെ, ആസിഡ് സ്ട്രെങ്ത് വീണ്ടും കൂടും. ഓക്കെ, അപ്പൊ അത് ഒരു ഇംഗ്ലീഷോട്ട് കാണിച്ചു തരാം. നോക്കിയാണേ, ഞാൻ ഈ പറഞ്ഞതാണ് പാരാ പൊസിഷനില് ഒരു നൈട്രോ ഗ്രൂപ്പ് വരികയാണെങ്കിൽ അവർക്കാണെന്ത് ആസിഡ് സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ. ആരെക്കാളും? ഓർത്തോ പൊസിഷനില് ഈ പറഞ്ഞ നൈട്രോ ഗ്രൂപ്പ് പറഞ്ഞത്. ഓക്കെ, അതിനേക്കാളും കുറവായിരിക്കും ആർക്ക്? മെറ്റാ പൊസിഷനിൽ ആര് പറഞ്ഞത്? മെറ്റാ പൊസിഷനിൽ ഈ പറഞ്ഞ നൈട്രോ ഗ്രൂപ്പ് വരുന്നത്. അതിനേക്കാളും കുറവായിരിക്കും ആർക്ക്? നമ്മുടെ ഫീനോളിന് അല്ലേ? അതിനേക്കാളും കുറവാണ് ആർക്ക്? നമ്മുടെ വാട്ടർ അല്ലേ? അതിനേക്കാളും കുറവാണ് ആർക്ക്? നമ്മുടെ ആൽക്കഹോള്. വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഇത് എക്സാമ്പിൾ കാണിച്ചു തരാം. പാരാ പൊസിഷൻ നൈട്രോ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തരാണ് നിങ്ങൾക്ക്. അതിനകത്ത് പാരാ പൊസിഷൻ നൈട്രോ നിൽക്കുകയാണെങ്കിൽ അതിനാണ് ആസിഡ് സ്ട്രെങ്ത് വളരെ കൂടുതൽ. ആരെക്കാളും? ഓർത്തോ നൈട്രേക്കാളും. അതിനേക്കാളും കുറവായിരിക്കും മെറ്റ നൈട്ര, അതിനേക്കാളും കുറവായിരിക്കും ഫീനോള്, അതിനേക്കാളും കുറവായിരിക്കും വാട്ടർ. ഏറ്റവും കുറവാണ് നമ്മുടെ ആൽക്കഹോള്. ഓക്കെ, ഞാനൊരു കാര്യം ചോട്ടാ, വേറെ ഒന്നല്ല. ഈ പറഞ്ഞ പാരാ ഓർത്തോ മെറ്റാ പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് പറഞ്ഞല്ലേ പറഞ്ഞേ? നൈട്രോ മീൻസ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിനെ പറ്റിയാ പറഞ്ഞേ. കാരണം എന്താണ്? അവരെന്ത് ചെയ്യും? ഇലക്ട്രോണിനെ വലിച്ചുകൊണ്ട് പോകും. വരുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യും? അവർ വലിച്ചുകൊണ്ട് പോണോണ്ട് ആസിഡ് സ്ട്രെങ്ത് കൂടുന്നല്ലേ പറഞ്ഞേ? ഞാൻ ചോദിക്കട്ടെ, ഇനി ഈ പറഞ്ഞ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പാണ് പറഞ്ഞ ഈ പറഞ്ഞ ഓർത്തോ പാരാ പൊസിഷനിലൊക്കെ ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആൾക്കാരാണ് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്നാമത് ഒരു ഇലക്ട്രോൺ ഉണ്ട്, അത് അകത്ത് കിടന്ന് കറങ്ങുകൊണ്ടാണ് വലിയ കുഴപ്പമില്ല പോണേ. ഇനി ഇലക്ട്രോൺ കുറച്ചുകൂടെ കൂടുതലായിട്ട് എന്ത് സംഭവിക്കും? വരുന്ന ഓക്സിജന്റെ അടുത്ത് എന്ത് ചെയ്യും? ഓക്സിജന്റെ അടുത്ത് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. അപ്പൊ എന്ത് സംഭവിക്കും? ആസിഡ് സ്ട്രെങ്ത് കുറയും. കാരണം എന്താണ്? അത് പുറത്ത് പോയ H+ എന്ത് ചെയ്യും? തിരിച്ച് വരയ്ക്കാൻ തുടങ്ങും. കാരണം എന്താണ്? ഈ പറഞ്ഞ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണല്ലേ, റിലീസിംഗ് ഗ്രൂപ്പ് ആണ്. അവരെന്ത് ചെയ്യും? ഒന്നാമത് ആ നെഗറ്റീവ് അടുത്ത് എന്ത് ചെയ്യും? വീണ്ടും ഇലക്ട്രോണിനെ കൊടുത്തു കൊടുക്കും. ഓക്കെ, അതുകൊണ്ട് ഒരു ആൽക്കൽ ഗ്രൂപ്പ് വല്ലതും വരികയാണെങ്കിൽ, ഒരു ആൽക്കൽ ഗ്രൂപ്പ് വല്ലതും ഓർത്തോ പാരാ പൊസിഷനിലോ മെറ്റാ പൊസിഷനിലോ വരെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ ആസിഡ് സ്ട്രെങ്ത് കുറയും, ഡിക്രീസ് ചെയ്യും. അപ്പൊ അങ്ങനെ എഴുതാം. പാരാ നൈട്രോ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ, ഓർത്തോ നൈട്രോ ആണെങ്കിൽ അതിനേക്കാളും കുറവ്, മെറ്റേക്കാളും കുറവ്. അതിന് താഴെ ഫീനോള്, അതിന്റെ അപ്പുറത്ത് ആര് വരും? ഫീനോള്. അതിന്റെ അപ്പുറത്ത് ആര് വരും? നമ്മുടെ ഈ പറഞ്ഞ മെറ്റാ പാരാ ഓർത്തോ പൊസിഷനില് ആര് വരും? നമ്മുടെ ഈ പറഞ്ഞ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്, റിലീസിംഗ് ഗ്രൂപ്പ് വരികയാണെങ്കിൽ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. സോ നോക്കിയാണേ. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ബോർഡ് ചെയ്തിട്ടുണ്ടേ. നമുക്കതിനെ ഈ പറഞ്ഞ ആസിഡ് സ്ട്രെങ്തിൽ അടുക്കി പറക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് എത്തനോള്, O ക്രിസോള്, ഫീനോള്, P ക്രിസോള്, ഓർത്തോ നൈട്രോ ഫിനോള്, പാരാനൈട്രോ ഫിനോള്, മെറ്റാ നൈട്രോ ഫിനോൾ. ഓക്കെ അല്ലേ? ഇതിൽ നിങ്ങൾക്ക് അറിയാന്നുള്ളതുണ്ട്. അടുത്തത് O ക്രിസോൾ ഉണ്ടല്ലേ? നോക്കിയാണേ, നമ്മളെ ബെൻസീനില്ലേ, ബെൻസീന്, അതിന്റെ മണ്ടിൽ ഒരു ഫീനോള്. നോക്കിയാണ് ഓർത്തോ പൊസിഷനിൽ CH3 വരുന്നതാണ് എന്ത്? നമ്മുടെ ക്രിസോൾ എന്ന് പറയുന്ന സാധനം. ഓക്കെ, ബാക്കി ഇപ്പം പാര എന്തായിരിക്കും? പാരാ പൊസിഷനിൽ വരുന്നതാണ് പാരാ ക്രിസോൾ എന്ന് പറയുന്നത്. ഓർത്തോ നൈട്രോ ഫിനോൾ നമുക്കറിയാം, OH. എന്ത് ചെയ്യും? ഓർത്തോ പൊസിഷനിൽ ആര് വരും? നൈട്രോ ഗ്രൂപ്പ് വരും. ഓക്കെ, നമുക്കറിയാം. നമുക്ക് ഇംഗ്ലീഷിംഗ് ഓർഡറിൽ അടുക്കി പറക്കാം. ഓക്കെ, ബാക്കിയാണ്. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. ഓക്കെയാണ്. ഏറ്റവും കൂടുതൽ ആർക്കാകും? ഏറ്റവും കൂടുതൽ ആരാണ്? ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് പാരാ നൈട്രോ ഫിനോൾ ആണ് അല്ലേ? പാരാ നൈട്രോ ഫിനോൾ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. സോ നമുക്ക് ഇൻക്രീസിംഗ് ഓർഡർ ഡിക്രീസിംഗ് ഓർഡർ എഴുതാം.
ഞാൻ എന്റെ സൗകര്യത്തിൽ എഴുതണേ. ആദ്യം പാരനൈട്രോഫിനോൾ PNO2 മൊത്തം PNO2 ഫിനോൾ, അല്ലെങ്കിൽ ഇത് വേണ്ട. ഞാൻ ഇതൊക്കെ എളുപ്പത്തിനെ നമ്പർ എടുക്കാൻ എനിക്ക് എളുപ്പം. ഇത് ഒന്നാമത്തത്, ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തത്, ഇത് നാലാമത്തത്, 5, 6, 7. ഓക്കെ, എനിക്ക് ഒന്നും എഴുതാൻ വയ്യ. ഇതൊക്കെയാണേ. അപ്പൊ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ആരാണ്? പാരനൈട്രോഫിനോൾ ആണല്ലോ. അപ്പം 6ാമത്തെയാണ് ഏറ്റവും കൂടുതൽ കാണിക്കണേ. ആരെക്കാരും പാര ചേർത്താൽ വരണം, ഓർത്ത് വരണം. ഓക്കെ, അപ്പൊ 5. അതിനേക്കാൾ ആര് വരും? അതിനേക്കാളും കുറവാണ് മെറ്റ 7. അതിനേക്കാളും കുറവാണ് ആർക്ക്? മെറ്റ കഴിഞ്ഞാൽ അടുത്ത വഴി വരണം. അടുത്തത് ഫീനോൾ വരണം അല്ലേ? ഫീനോൾ വരണം. കാരണം എന്താണ്? ഈ ക്രിസ്റ്റൽ എന്ത് സംഭവിക്കും? അസിഡന്റ് കുറയും അല്ലേ? അപ്പൊ ഇവരൊക്കെ അപ്പം അടുത്ത സെക്കൻഡ് വരും, അതിനേക്കാളും 4th വരും, അതിനേക്കാളും എത്തനോൾ അല്ല. ഇതില് 1, 2, 3, 4, 5, 6, 7 അല്ലായല്ലോ. ഇതാണ് ഓർഡർ. വയ്യാട്ടാ, നിങ്ങൾ നോട്ട് എടുക്കുമ്പോഴത്തേക്ക് നേരെയൊക്കെ എടുത്താൽ മതി. ഇതാണ് ഓർഡർ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ടെസ്റ്റിലുണ്ട്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ഉത്തരം സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ മതിയാക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.